നമസ്കാരം. ഉപാസനയിലേക്ക് സ്വാഗതം. ഏകം സദ്വിപ്ര ബഹുധാ വദന്തി. സനാതനധർമ്മത്തിലെ വളരെ മഹത്തരമായ ഒരു ഉപനിഷത്ത് വാക്യമാണ് ഇത്. ജ്ഞാനികളായ ആളുകൾ ഏകമായ ആ പരമാത്മ സ്വരൂപത്തെ പല വിധത്തിൽ കാണുന്നു, മനസ്സിലാക്കുന്നു എന്നാണ് ഈ ഉപനിഷത്ത് വാക്യത്തിൻ്റെ അർത്ഥം. എപ്രകാരമാണോ ആ മഹാസാഗരത്തിലേക്ക് പല കൈവഴികളായി നദികൾ വന്നു ചേരുന്നത്, അതുപോലെ നാം ഓരോരുത്തരും നമ്മുടേതായ വിശ്വാസ പ്രമാണങ്ങളിലൂടെ സഞ്ചരിച്ച് ആ ഏകമായ പരമാത്മ സത്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന മഹത്തരമായ സനാതന മൂല്യത്തെ ഉദ്ഘോഷിക്കുന്ന ഉപനിഷത്ത് വാക്യമാണ് ഇത്. ഇതുതന്നെയാണ് സർവദേവ നമസ്കാരം ഗോവിന്ദം പ്രതിഗച്ഛതി എന്ന വാക്യത്തിലും നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. ഗോവിന്ദൻ അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണു പരമാത്മസ്വരൂപമാണ്. ഏതൊക്കെ നാമത്തിൽ അദ്ദേഹത്തെ ഭജിച്ചാലും ആദരിച്ച് വന്ദിച്ചാലും ആ ഭക്തന്റെ മനസ്സ് ആ സാക്ഷാൽ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ ഒരു വൈഷ്ണവ സമ്പ്രദായക്കാരൻ പരമാത്മ സ്വരൂപമായി ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നു. എന്നാൽ ഒരു ശൈവ സമ്പ്രദായക്കാരൻ പരമാത്മ സ്വരൂപമായി ശിവനെ ആരാധിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ യുക്തിക്കനുസരിച്ച്, അറിവിനനുസരിച്ച് ഒരു പരമാത്മ സ്വരൂപത്തെ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാം പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നാം ആരെയാണോ പരമാത്മ സ്വരൂപമായി കാണുന്നത്, അതുപോലെ തന്നെ മറ്റുള്ള പല ആളുകളും പരമാത്മ സ്വരൂപമായി വിഭിന്ന ഭാവങ്ങളെ കാണും. എന്നാൽ ഈ വിഭിന്ന ഭാവങ്ങളിലൂടെ നമ്മൾ എത്തിച്ചേരുന്നത് ആ ഏകമായ സത്യത്തിലേക്കാണ് എന്ന തിരിച്ചറിവാണ് മനുഷ്യ വംശത്തിന് ഉണ്ടാവേണ്ടത്. ഭാരതത്തിൻ്റെ നിയമ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ ആദർശം ഈ സനാതനധർമ്മത്തിൽ നിന്ന് ഉടലെടുത്ത ആദർശമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.